ശാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും മഞ്ഞുതുള്ളികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സാധു കൊച്ചുഞ്ഞുപദേശിയുടെ ഗാനങ്ങളുടെ അവതരണവും അപഗ്രഥനവുമാണല്ലോ നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ എപ്പിസോഡിലും നമ്മോടൊപ്പം ആയിരിക്കുന്നത് ബഹുമാനപ്പെട്ട മാത്യു ദാനിയൽ അച്ഛനാണ്. അച്ഛ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അച്ഛ, ഇന്ന് നമ്മൾ സാധു കൊച്ചുഞ്ഞുപദേശിയുടെ മറ്റ് ഒന്ന് രണ്ട് ഗാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ അവതരിപ്പിക്കുകയും അപഗ്രഥിക്കുകയും ചെയ്യുന്നത്. ഏത് ഗാനമാണ് നമുക്ക് ആദ്യം അവതരിപ്പിക്കാവുന്നൊരു ഗാനം? സാധു കൊച്ചുഞ്ഞുപദേശിയുടെ വളരെ കാവ്യാത്മകമായ ഒരു ഗാനമാണ് എൻ്റെ മനസ്സിൽ ആദ്യമേ എത്തുന്നത്. ഉഷകാലം നാം എഴുന്നേൽക്കുക, ഉഷകാലം നാം എഴുന്നേൽക്കുക എന്ന പ്രഭാത കീർത്തനമാണ്. പ്രഭാത ആരാധനയും സന്ധ്യ ആരാധനയും ഒരു കാലത്ത് ക്രൈസ്തവ ഭവനങ്ങളുടെ മുഖമുദ്രയായിരുന്നു. വിശേഷിച്ച് ഈ പമ്പയുടെ തീരത്തിലുള്ള ഗ്രഹങ്ങൾ ഉണരുന്നത് ഈ ഭക്തിഗാനങ്ങൾ കേട്ടുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഉപദേശി മാത്രമല്ല, അതുപോലെ പല ഭക്തന്മാരും പ്രഭാത കീർത്തനങ്ങളും സന്ധ്യാകീർത്തനങ്ങളും രചിച്ചിട്ടുണ്ട്. എന്നാൽ സാധു കൊച്ചുപദേശിയുടെ ഈ പ്രഭാത കീർത്തനം എന്ന് പറയുമ്പോൾ അത് കേവലം പ്രഭാതത്തിൽ മാത്രം പാടാവുന്ന ഒരു പാട്ടാണെന്ന ധാരണ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. കാരണം ഈ പ്രഭാതം എന്ന സങ്കല്പത്തിന് ഒരു പുതിയ ഡയമെൻഷൻ അദ്ദേഹം കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രഭാതം അദ്ദേഹം ഇവിടെ വിവക്ഷിക്കുന്നത് ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന ഒരു മഹത്വ പ്രഭാതത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ്. ശോഭ സൂര്യനായി യേശുനാഥൻ വെളിപ്പെടും എന്ന് പറയുന്ന ഒരു ആശയം അതിനകത്ത് നന്നായി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉഷകാലം നാം എഴുന്നേറ്റ് ഉണർന്നെഴുന്നേറ്റ് പരനേശുവെ സ്തുതിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനവും ഇതിനകത്ത് ഘനീഭവിച്ചിട്ടുണ്ടെന്ന് എൻ്റെ വിചാരം. കാരണം ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണ്. അതുമാത്രമല്ല, നഗ്നനായി ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നവനാണ്, നഗ്നനായി തന്നെ മടങ്ങേണ്ടവനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജീവിതം കാമ്യമാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ ക്രിസ്തു ഭക്തനായി ജീവിക്കുക, ഇതാണ് അദ്ദേഹത്തിൻ്റെ സങ്കല്പം. തീർച്ചയായിട്ടും എല്ലാ പാട്ടിലും അന്തർധാര ഇതൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളരെ പോയറ്റിക്കാണ്, കാവ്യാത്മകമാണെന്നുള്ളതാണ്. ക്രിസ്തീയ ഭക്തിഗാനങ്ങളെല്ലാം കാവ്യാത്മകമാണെന്ന് പറയാൻ പ്രയാസമാണ്. ഭാഷാപരമായ വിൽപ്പത്തി പലർക്കും കുറവാണ്. സാധു കൊച്ചുപദേശി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം, ഔപചാരിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നന്നേ കുറവായിരുന്നു. 4ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ 4ാം ക്ലാസ് വരെ പഠിച്ചുവെങ്കിൽ കൂടി ഭാഷയുടെ വിൽപ്പത്തി അദ്ദേഹത്തിന് നന്നായിട്ട് ഉണ്ട്. അത് മലയാളത്തിലാണ്, സംസ്കൃതത്തിലുണ്ടെന്ന് പറയാൻ നിവൃത്തിയില്ല. അക്കാലം സംസ്കൃത പണ്ഡിതന്മാരെ മാത്രമേ പണ്ഡിതന്മാരായി കണക്കുവാക്കുമായിരുന്നുള്ളൂ. സാധു കൊച്ചുപദേശി പണ്ഡിതനായിട്ട് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യനും സമകാലീനുമായിരുന്ന മഹാകവി KV സൈമൺ സാർ തികഞ്ഞ സംസ്കൃത പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൊക്കെ വരുന്നത് തന്നെ ഈ സംസ്കൃത പദങ്ങളും അതുപോലെ തന്നെ കർണാട്ടിക് ട്യൂണും ഒക്കെ ധാരാളം അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ സാധു ആ വഴിയിലേക്ക് തിരിയാതെ ഈ ലളിതമായ മലയാള പദങ്ങളിലൂടെ ഈ ഒരു ആശയത്തെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. ചില പാട്ടുകൾ വളരെ ലളിതമായും മറ്റു ചിലത് നല്ല സാഹിത്യ സമ്പുഷ്ടമായ ചില വരികളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഈ ലാളിത്യത്തിന് ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യമാണ് ഈ പാട്ടിനെ മനോഹരമാക്കുന്നത്. ഈ ഉഷകാലം എന്ന് പറയുന്ന ആ സങ്കല്പത്തിന് മറ്റൊരു ഡയമെൻഷൻ കൊടുത്തുകൊണ്ട് ക്രിസ്തു ജീവിതത്തിൻ്റെ തന്നെ ഒരു മുഖമായി പ്രഭാതത്തെ അദ്ദേഹം വർണ്ണിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേവലം പ്രഭാത ഗാനമായിട്ട് മാത്രം നമുക്കിതിനെ കാണാൻ പാടില്ല. ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്കത് ബോധ്യമാകും. ഓക്കെ, നമുക്ക് ആ ഗാനം ഒന്ന് കേൾക്കാം. തീർച്ചയായും. ഉഷകാലം
അച്ഛാ, മറ്റൊരു ഗാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് ഗാനമായിരിക്കും നമുക്ക് അഭികാമ്യം? അദ്ദേഹത്തിൻ്റെ ജീവിത സങ്കല്പവും ജീവിത ശൈലിയുമൊക്കെ നമുക്ക് സൂചിപ്പിക്കുന്ന ഒരു പാട്ടുണ്ട്, ജീവിതം മേദിനിയിൽ എന്നാരംഭിക്കുന്ന പാട്ട്. അത് അധികം പോപ്പുലർ അല്ലാത്ത പാട്ട്, അധികം പോപ്പുലർ അല്ല. അതുകൊണ്ട് എന്നാലും അതിനകത്ത് ആശയപരമായിട്ട് ആ ഗാനം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. സത്യഭക്തർ എന്ന അദ്ദേഹത്തിന് അതിനെ കൊടുത്തിരിക്കുന്ന ശീർഷകം, ഈ ഓരോ പാട്ടിനും സാധു ശീർഷകം കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സത്യഭക്തർ എങ്ങനെയുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സാധു ഇതിലുപയോഗിക്കുന്ന വാക്ക് പരമാർത്ഥ ക്രിസ്ത്യാനി എന്ന വാക്കാണ്. അതായത് സാധാരണ ഒരു നാമധേയ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ശൈലിയിൽ വ്യത്യസ്തരാക്കാൻ പരമാർത്ഥയോടെ ജീവിക്കുന്ന ക്രൈസ്തവർ എന്നുള്ള ക്രിസ്ത്യാനി, ക്രിസ്തുവിൻ്റെ അനുയായി എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർ ഈ മേദിനിയിൽ, ഈ ഭൂമിയിൽ എങ്ങനെ വേണം ജീവിക്കേണ്ടത്, ഈ ഒരാശയം ഈ പാട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധുവിൻ്റെ ജീവിത ദർശനത്തോട് ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാകുന്നു ഇതെന്ന് പറയുന്നത്. ഇതിലെല്ലാം മനുഷ്യസ്നേഹവും ദൈവസ്നേഹവും എല്ലാം കൂടിക്കലർന്ന രണ്ടും ഇത് തന്നെയാണ്. ജീവിതം സാഫല്യം തേടുന്നത് ഈ ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും ഇടചേരുമ്പോഴാകുന്നു എന്നുള്ളത് സാധു വിശ്വസിക്കും. അതാണ് ക്രിസ്തീയ ആശയം, ദർശനത്തിൻ്റെ കേന്ദ്ര ബിന്ദു അതാണ്. ദൈവത്തിൻ്റെ പിതൃത്വവും മനുഷ്യൻ്റെ സാഹോദര്യത്വവും അത് അദ്ദേഹത്തിൻ്റെ പാട്ടിൽ വരുന്ന ആ വാക്ക് ഉപയോഗിക്കുന്നില്ല എങ്കിൽ കൂടി കുറേ കൂടെ നമ്മൾ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഈ പരമാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ആഡംബരം അല്ലെങ്കിൽ ജീവിത ഭ്രമം ഉള്ളവൻ ആകരുത് എന്നുണ്ട്. ഉദാഹരണം പറയുമ്പോൾ അദ്ദേഹം വെള്ള വസ്ത്രം മാത്രമേ ധരിക്കുകയുള്ളൂ. വെള്ള വസ്ത്രത്തിന് കര പോലും പാടില്ല എന്ന് നിർബന്ധം ഉണ്ടായിരുന്ന പറയുന്നത്. അപ്പോൾ ആവശ്യത്തിലേറെ വസ്ത്രം അദ്ദേഹം കരുതി വയ്ക്കുമായിരുന്നില്ല, ഇല്ല. അപ്പോൾ വെള്ള നേരിത് മാത്രമാണ് അന്ന് സാധാരണഗതിയിൽ ഒരു രണ്ടാം മുണ്ട് പോലെ നേരിത് അക്കാലത്ത് പുരുഷന്മാർ ധരിക്കുമായിരുന്നു. അതിന് കര പാടില്ല എന്ന് നിർബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം കര ആഡംബരമാണ്. അതുപോലെ ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല, ഇതും അദ്ദേഹത്തിൻ്റെ ജീവിത പ്രമാണമായിരുന്നു. ആവശ്യമുള്ളതിലേറെ ഒന്നും കരുതി വയ്ക്കാൻ പാടില്ല, അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു നിഷ്ഠയുടെ ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്ക് ഉപയോഗിച്ച് പറഞ്ഞാൽ ഒരു ദൈവദൂതൻ എങ്ങനെയാണോ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അതുപോലെ വേണം സത്യ ക്രിസ്തു ഭക്തന്മാർ ജീവിക്കാൻ എന്ന അദ്ദേഹത്തിൻ്റെ ചിന്ത. ഒരു സത്യ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു ധ്യാനമാണ് ഈ ജീവിതം വേദനയിൽ എന്ന് പറയുന്ന ഈ ഗാനം. അങ്ങനെയുള്ളവരെ ചേർക്കുവാൻ വേണ്ടിയാണ് രക്ഷകൻ വീണ്ടും വരുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അപ്പോൾ അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രമേയം എന്ന് പറയുക. ഒരു സത്യക്രിസ്ത്യാനി എങ്ങനെ വേണം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, അങ്ങനെയുള്ളവർ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടും എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉള്ളതായിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം. അതെ, അതിനെക്കുറിച്ച് അച്ഛനെന്തോ? സന്യാസ സമൂഹങ്ങൾ പോലും ഉണ്ടായിരുന്നു. സന്യാസികളും സന്യാസിനിമാരും ഉണ്ടായിരുന്നു പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഘം ഉണ്ടായിരുന്നു, മോക്ഷപ്രയാണ സംഘം എന്ന് അദ്ദേഹം അതിന് പേര് വിളിച്ചിരിക്കുന്നത്. അതായത് മോക്ഷ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ഒരു സംഘം എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി ഒരു കൺവെൻഷൻ പോലും ക്രമീകരിച്ചതായിട്ട് പറയുന്നുണ്ട്. കൺവെൻഷൻ വർഷം തോറും കലയപുരത്ത് കൊല്ലം ജില്ലയിലേക്ക് കയറുന്നതിന് മുമ്പുള്ള കലയപുരം, അതെ, എന്ന പ്രദേശത്ത് അത് ഒരു കൺവെൻഷൻ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് മോക്ഷപ്രയാണ സംഘം എന്നതിന് പറയുന്നത് തന്നെ. അത് പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിലാണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സംഘമായി സഞ്ചരിച്ച് ക്രിസ്തുവിന് സാക്ഷ്യം കൊള്ളുക, ഒരു ജീവിതശൈലി സ്വീകരിക്കുക, ഒരു പ്രബോധന ശൈലി സ്വീകരിക്കുക. വ്യക്തമായി പറഞ്ഞാൽ വിശുദ്ധ ബൈബിളിന് അനുസൃതമായൊരു ജീവിതം മാത്രമേ ആകാവൂ. ഇതാണ് സത്യക്രിസ്തീയ ഭക്തർ എന്ന് പറയുമ്പോൾ അദ്ദേഹം വിവക്ഷിക്കുന്നത് അതാണ്. അത് ആ ആശയം ഈ ഗാനത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ജീവിതം മേദിനിയിൽ, ഈ ഭൂമിയിൽ എങ്ങനെ വേണം ജീവിക്കുവാൻ എന്ന് സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആശയസമ്പുഷ്ടമാണ് ആ പാട്ട്. ഒരു പക്ഷേ അതുകൊണ്ടാണോ പോപ്പുലറായി പോകാതിരുന്നതെന്ന് എനിക്ക് അറിയില്ല. കാരണം സാധാരണ ഗാനങ്ങളിൽ അല്പം വ്യത്യാസപ്പെടുത്തിയാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇപ്പോഴീ സംഘം ഇപ്പോഴും നിലവിലുണ്ടോ ഈ സുവിശേഷ? ഇല്ല, ആ സംഘമില്ല. അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് ശേഷവും സന്യാസിമാർ ഉണ്ടായിരുന്നു. അവർ ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ, കാരണം അദ്ദേഹം കടന്നുപോയിട്ട് തന്നെ 90 വർഷമാകുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷമുള്ള ആ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ട് പിന്നെ അതുപോലുള്ള സംഘം നിലനിൽക്കുന്നില്ല. ഏതായാലും മനോഹരമായൊരു ഗാനമാണിത്. ഈ ഗാനം നമുക്ക് കേൾക്കാം. ജീവിതം മേദിനിയിൽ ശോഭി
ജീവിതം മേദിനിയിൽ ശോഭിക്കുന്നോർ നിശ്ചയം യേശുഭക്തർ. ശോഭിക്കുന്നോർ നിശ്ചയം യേശുഭക്തർ. ദൈവത്തോടും എല്ലാ മനുഷ്യരോടും സ്നേഹം ജീവിതത്തിൽ ലഭിക്കും. മനോജരിൽ സൂക്ഷ്മമായി ദൈവമുണ്ട്. മനോജരിൽ സൂക്ഷ്മമായി ദൈവമുണ്ട്. ജീവിതം മേദിനിയിൽ ശോഭിക്കുന്നോർ നിശ്ചയം യേശുഭക്തർ. ശോഭിക്കുന്നോർ നിശ്ചയം യേശുഭക്തർ. ആശ്രയമാകുന്ന ജീവിത കപ്പലിൽ വിശ്രമനാട്ടിലെത്തി ആനന്ദമായി വാണസുഖിക്കുമവർ. ആനന്ദമായി വാണസുഖിക്കുമവർ. ജീവിതം മേദിനിയിൽ ശോഭിക്കുന്നോർ നിശ്ചയം യേശുഭക്തർ. ശോഭിക്കുന്നോർ നിശ്ചയം യേശുഭക്തർ. പാപത്തിനന്ധത സ്വപ്നത്തിൽ പോലുമാ ജീവിത നിഷ്ഠരിലിൽ അവർ മുഖം തേജസ്സിൽ ശോഭിച്ചിടും. അവർ മുഖം തേജസ്സിൽ ശോഭിച്ചിടും. ജീവിതം മേദിനിയിൽ ശോഭിക്കുന്നോർ നിശ്ചയം യേശുഭക്തർ. ശോഭിക്കുന്നോർ നിശ്ചയം യേശുഭക്തർ. പരമമണവാളൻ യേശു മഹാരാജൻ തിരിച്ചുവരും ദിനത്തിൽ കണ്ടാൽ കൊതി തീരാത്ത ഭാഗ്യമത്. കണ്ടാൽ കൊതി തീരാത്ത ഭാഗ്യമത്. ജീവിതം മേദിനിയിൽ ശോഭിക്കുന്നോർ നിശ്ചയം യേശുഭക്തർ. ശോഭിക്കുന്നോർ നിശ്ചയം യേശുഭക്തർ. നിത്യാനന്ദാത്മാവിൽ സന്തോഷ സംതൃപ്തി നിത്യവും ആസ്വദിച്ചീ വിശ്വാസികൾ വാഴുന്നീ പോർക്കളത്തിൽ. വിശ്വാസികൾ വാഴുന്നീ പോർക്കളത്തിൽ. ജീവിതം മേദിനിയിൽ ശോഭിക്കുന്നോർ നിശ്ചയം യേശുഭക്തർ. ശോഭിക്കുന്നോർ നിശ്ചയം യേശുഭക്തർ. ജീവിതം മേദിനിയിൽ ശോഭിക്കുന്നോർ നിശ്ചയം യേശുഭക്തർ. ശോഭിക്കുന്നോർ നിശ്ചയം യേശുഭക്തർ. അച്ഛാ, സാധു കൊച്ചുഞ്ഞുപദേശിയുടെ ആശ്വാസഗീതങ്ങളിൽ ചില ഗാനങ്ങൾ സാധുവിൻ്റേതല്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു സത്യാവസ്ഥയെക്കുറിച്ച് അച്ഛനൊന്ന് പറയാമോ? സാധു കൊച്ചുഞ്ഞുപദേശി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ പേര് യഹോവ ഭക്തന്മാർക്കുള്ള
ആശ്വാസ ഗീതങ്ങൾ എന്നാണ്. ആ പുസ്തകത്തിൻ്റെ ഒറിജിനൽ കോപ്പി എൻ്റെ കൈവശം കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉപദേശി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പുസ്തകമാണത്. അതതിൻ്റെ 18ാമത്തെ പതിപ്പാണ്. അപ്പോൾ അതിനകത്ത് സാധു കൊച്ചുപദേശി തൻ്റേതല്ലാതെ ചേർത്തിരിക്കുന്ന പാട്ടുകൾ പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്. 26 പാട്ടുകൾ അദ്ദേഹം മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതുപയോഗിച്ചാണ് ഞാൻ ഈ പുസ്തകത്തിന് ശുദ്ധ പാഠം തയ്യാറാക്കിയിരിക്കുന്നത്. ഉപദേശിയുടെ ഗാനങ്ങൾ വേറെ, അദ്ദേഹത്തിൻ്റെ ഇതര രചയിതാക്കളുടെ ഗാനങ്ങൾ വേറെ. എന്തുകൊണ്ട് ഇവ ചേർത്തു എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരമേ കൊടുക്കാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളോട് സമാന സ്വഭാവമുള്ളതും അക്കാലത്ത് പാടി പഴകിയതുമായ ഗാനങ്ങളാണെന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ യേശുനാഥ നീതി സൂര്യ എന്നാരംഭിക്കുന്ന ഒരു ഗാനമുണ്ട്. അത് യോഗ ആരംഭ ഗാനമാണ്. ഇപ്പോൾ പള്ളികളിലൊക്കെ ആരാധന ആരംഭ ഗാനമായി അത് പാടുന്നുണ്ട്. അത് ഉപദേശിച്ചതല്ല. പക്ഷെ ആരാണ് രചിച്ചതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി ഒരു ധാരണ നമ്മുടെ കിട്ടുന്നുമില്ല. ഉപദേശിയുടെ പേരിൽ തന്നെ പലപ്പോഴും അറിയപ്പെടുന്നത് ഈ പാഠപുസ്തകത്തിൽ ഇതുപോലെ വന്നതുകൊണ്ട് വരുന്നതാണ്. കാരണം ഈ ഉപദേശിയുടെ കാലശേഷം പ്രസിദ്ധീകരിച്ച പല പുസ്തകങ്ങൾക്കും ഈ ഉപദേശി മാർക്ക് ചെയ്ത പോലെ ഇത് എന്നതാണെന്ന് മാർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണിത് അദ്ദേഹത്തിൻ്റെ ആയിട്ടങ്ങ് ധരിച്ചു പോയതാണ് പറയുന്നത്. പക്ഷേ അതൊരു മനോഹരമായൊരു ഗാനമാണ്. വളരെ ലളിതമായ യോഗാരംഭ ഗാനം, യേശുനാഥൻ നീതിസൂര്യനായി സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു ഗാനമാണ്. അപ്പം അതുകൊണ്ട് ഒരു സമ്മേളനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആരാധനയുടെയോ ആരംഭം കുറിക്കാൻ വേണ്ടി ദേവാലയങ്ങളിൽ പാടുന്നൊരു പാട്ടാണ്. ഏറ്റവും നല്ലത്. നമുക്ക് ആ ഗാനം ഒന്ന് കേട്ടാലോ? തീർച്ചയായിട്ടും. യേശുനാഥ നീതി സൂര്യ ഏകണം നിന്നാത്മദാനം ദാസരിലീ സമയത്തിൽ നാഥനെ സർവമാലൊഴിച്ചു ദിവ്യദാനം നൽകുക. സർവമാലൊഴിച്ചു ദിവ്യദാനം നൽകുക. ഇത്രനാളും നിൻ കൃപയെ വ്യർത്ഥമാക്കി തീർത്തുപോയി അത്തലെല്ലാം നീക്കി നീ കൈ താങ്ങുക. നിന്റെ സത്യബോധം ഞങ്ങളിൽ നീ നൽകുക. നിന്റെ സത്യബോധം ഞങ്ങളിൽ നീ നൽകുക.
നീ പൊഴിക്കും തേൻമൊഴികൾ ഞങ്ങളുള്ളിലാക്കിടുവാൻ പാരം കോതി നൽകിടേണം ദൈവമേ. എല്ലാം ചെയ്തു നല്ല ദാസരായി തീരുവാൻ, എല്ലാം ചെയ്തു നല്ല ദാസരായി തീരുവാൻ. യേശുനാഥാ നീതി സൂര്യ ഏകണം നിന്നാത്മദാനം നാസരീലി സമയത്തിൽ നാഥനെ സർവമാലൊഴിച്ചു ദിവ്യദാനം നൽകുക, സർവമാലൊഴിച്ചു ദിവ്യദാനം നൽകുക. അച്ഛാ, ഇന്നത്തെ എപ്പിസോഡ് തീർക്കാനുള്ള സമയമായി. വരും എപ്പിസോഡുകളിൽ സാധു കൊച്ചുകുഞ്ഞുണ്ണീശയുടെ ഗാനങ്ങളും അവയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.